സാർ, ബസ്സിലൊരു ചെറിയ പ്രശ്നം ഉണ്ടായിട്ട് ഒരു പെങ്കൊച്ചും ഒരാളേനും കൊണ്ടുവന്നുണ്ട്. വിളിക്കവരാ. ജോർജേ, അവരോട് കൊണ്ട. ബസ്സിൽ വെച്ചിട്ട് പെങ്കൊച്ചിനെ തോണ്ടിന്നോ ആകെ പ്രശ്നമൊക്കെ ആയി. എങ്ങനെ ഉണ്ടോ? ഇതാണ് ഇവിടെ നേരെ വെക്കും. എന്താടാ എന്റെ പേര്? എന്തേ? എന്താ ഉണ്ടായത്? ഈ കൊച്ചിനെ തോണ്ടിയാ? തോണ്ടിയല്ല സാർ, ബസ്സിന്റെ സീറ്റ് ഒഴിഞ്ഞു കിടക്കുന്നുണ്ടായി. അപ്പൊ ഞാൻ ഈ മാഡത്തിനെ തോണ്ടിയിട്ട് ഇവിടെ സീറ്റ് ഉണ്ടെന്ന് കാണിച്ചു കൊടുക്കായിരുന്നു. അങ്ങനെയാണ് ഉണ്ടായത്? സാറ് കള്ളം പറയണതാണ്. ബസ്സിൽ ഭയങ്കര തിരക്കായിരുന്നു, സീറ്റൊന്നും ഉണ്ടായിരുന്നില്ല. ആ തിരക്കിന്റെ ഇടയിൽ കൂടി ഇയാള് എന്നെ ഇങ്ങനെ തട്ടി. അപ്പൊ ഞാൻ മാറി, പരമാവധി ഒഴിഞ്ഞൊഴിഞ്ഞു മാറി. പിന്നെയും ഭയങ്കര മോശമായിട്ട് എന്നോട് പെരുമാറിയത് അയാള്. തെറ്റിദ്ധരിച്ചാണ് സാറേ, തെറ്റിദ്ധരിച്ചാണ്. നീ എന്തിനാടാ അവരെ തോണ്ടി സീറ്റ് കാണിച്ചു കൊടുക്കണ? വേറെ ആളുകൾ നിപ്പില്ല അവിടെ? വേറെ ആളുകൾ നിപ്പില്ല അവിടെ? അതിന് കണ്ണില്ലേ സീറ്റ് കാണാൻ? സാറേ, ഇത് ഇയാളുടെ സ്ഥിരം പരിപാടിയാ. ആ ബസ്സിൽ എപ്പോഴും അയാള് മുമ്പിലേ നിക്കുള്ളൂ. ഇതുപോലെ നേരത്തെയും ഉണ്ടായിണ്ട്. അപ്പൊ അവരൊന്നും പേടിച്ചിട്ട് പരാതി പറയാത്തതാ. അതാരാണത്? ശബ്ദത്തിൽ പറയടാ സാറ്. കണ്ടക്ടർ ബസ്സിലെ ഇയാള് ഈ പെൺകുട്ടിയെ തോണ്ടിയ? ഇതില് എന്നും ബസ്സിന്റെ മുമ്പിലാ കയറിയൊക്കെ. ഈ പരിപാടിക്ക് അങ്ങനെ അറിഞ്ഞൂടെ? തോന്നുന്നു ഞാൻ കണ്ടിട്ടില്ല. ടിക്കറ്റ് എടുക്കും കണ്ടിട്ടില്ല. താൻ എന്തിനാണ് ബസ്സിന്റെ ഫ്രണ്ടിൽ കയറണ? എന്തിനാണ് ബസ്സിന്റെ ഫ്രണ്ടിൽ കയറണത്? ബാക്കിൽ കയറിയാല് ഈ കണ്ടക്ടർ പറയും മുമ്പിലോട്ട് പോകണമെന്ന്. അപ്പൊ പിന്നെ മുമ്പിൽ തന്നെ കയറിയാല് സൗകര്യമായല്ലോ എന്ന് വിചാരിച്ചിട്ട് കയറിയാണ്. ഇതേ സാറേ, ഇയാള് ഞരമ്പാണ്. ഇയാള് ഇതുപോലെ ഫുൾ കൈയും ഇൻഷേർട്ടും ചെയ്ത് കുറെ എണ്ണം ഇറങ്ങിയിട്ടുണ്ട്. നിന്നൊക്കെ എന്താ ചെയ്യണ്ടേന്ന് അറിയാമോ? ഒന്നും കുനിച്ച് നിർത്തിയാൽ ഇതിന് ഇടിച്ചിട്ടുണ്ടല്ലോ, നാട്ടല് ഞാൻ കലക്കി കളയും. സാറേ, സ്വന്തം മകളുടെ പ്രായമുള്ള ഒരാളെന്നുകൂടി നോക്കാണ്ടത്. ഈ മാന്യമരുന്ന് അങ്ങനെ വിട്ടാൻ പറ്റില്ല. ഇത് കേസ് ഫയൽ ഇത് കോടതി കയറ്റണം സാർ. കുട്ടി ഒരു പരാതി എഴുതി തന്നേരും. ഇവനൊക്കെ എന്താ ചെയ്യണ്ടേന്ന് എനിക്കറിയാം. സാറ് പരാതിയൊന്നും വേണ്ട, ഇനി ഇങ്ങനെ ഉണ്ടാവരുത് എന്ന് പറഞ്ഞാൽ മതി. അതെ, അതാ എന്റെ. നീ തീരുമാനിക്കണം. നീയാ തീരുമാനിക്കണം. സാറേ, ഞാൻ പോട്ടെ. ട്രിപ്പ് തുടങ്ങിപ്പോ ആൾക്കാരുണ്ട് ബസ്സിൽ. നീ ആരാ? രജനീകാന്താ? യൂണിഫോം ഇടാൻ പാടില്ല എനിക്ക്? നീ ഷർട്ടൂരിയെ? ഞാൻ അവിടുന്ന് ഊരാ. ഷർട്ടൂര സാറ് പറഞ്ഞു കേട്ടില്ലേ? ഷർട്ടൂര. ഞാൻ പിടിക്കാം. നീ ആ ബനിയൻ ഊരിയിട്ട് ആ ഷർട്ട് മാത്രം ഇട്ടു. ബനിയനൂറ. കണ്ടക്ടറാണ് പോലും. ഞാൻ പിടിക്കാം. ഇനി ആ യൂണിഫോം ഷർട്ട് എടുത്തിട്ടെ. അത് ഞാൻ പിടിക്കാം. ഇനി മേലില് നീ കണ്ടക്ടറായിട്ട് ജോലി ചെയ്യണ്ടെങ്കിൽ യൂണിഫോം മാത്രം ഇട്ട് നിന്നോളണം. പറഞ്ഞേട്ടാ. എത്ര വയസ്സുണ്ടോ തനിക്ക്? എത്ര വയസ്സുണ്ടെന്ന്? 54. എത്ര? 54. സ്വന്തം മകളുടെ പ്രായമുള്ള ഒരു കുട്ടീനാണ് അവൻ. നാണമില്ലല്ലോ തനിക്കൊക്കെ. ഇപ്പൊ ആ കുട്ടി ഒരു പരാതി എഴുതി തന്നേച്ചെങ്കിൽ ഉണ്ടല്ല, താൻ അകത്ത് കിടക്കും. ചെറിയ കളിയല്ലേ ഇത്? എന്താ തന്റെ ജോലി? എന്താ? തഹസിൽദാർ. എവിടുത്ത? ലാൻഡ് അക്വിസിഷനിലെ തഹസിൽദാർ. മേലിൽ ആവർത്തിക്കരുത് ആരായാലും കേട്ടാ. ഇത് ഫൈനൽ ചാൻസ് ആണ് തന്റെ. നിന്നോടാണ്. ഇയാള് ബസ് സ്റ്റോപ്പിൽ നിൽക്കണാണ്ട് ഇനി ബസ് നിർത്തി ഇയാളെ കയറ്റി പോകരുത്. തഹസിൽദാരല്ലേ, ഒരു കാർ മേടിച്ചു പോ. അണ്ടിങ്ങനെ തോണ്ടാൻ തോന്നുമ്പോ ഡ്രൈവറുടെ തോളത്തതുകൊണ്ട് കേട്ടാ. ആന്നാ ഇത്തരം കാര്യങ്ങൾക്ക് ഇനി പരാതി ഇല്ല എന്ന് പറയരുത്. പരാതി തന്നാലേ ഇവനൊക്കെ ശിക്ഷിക്കാൻ പറ്റുള്ളൂ. ഒരു കാര്യം ചെയ്, നമ്പർ ഒന്ന് ഇവിടെ എഴുതി കൊടുത്തരി. എന്റെ നമ്പറും കൊടുത്തോ. എന്താവശ്യം ഉണ്ടെങ്കിലും വിളിച്ചോളണം. ഇനി നമുക്കല്ല, നമ്മുടെ പരിസരത്ത് എന്തെങ്കിലും സ്ത്രീകൾക്കെതിരെ അതിക്രമം ഉണ്ടെങ്കിൽ എന്നെ വിളിച്ചോ. ഒന്ന് ക്ലിയർ ചെയ്തിട്ട് തന്നെ കാര്യം. ഇവന്റെ പേരും അഡ്രസ്സും എഴുതി വെച്ചിട്ട് പറഞ്ഞു കേട്ടോ. നടക്ക് വാ.
അതവിടെ വെച്ചിട്ട് തഹസിൽദാര് തോണ്ടാൻ നടക്കണേ. എടാ ഒന്നുകൂടെ വിളിച്ചു നോക്കടാ. ഒന്നുകൂടി വിളിച്ചു നോക്കാതെ കുട്ടിയെ കാണാല്ലേ? അച്ഛൻ അകത്തേക്ക് കയറോ? എടാ ഇങ്ങനെയുള്ള സമയത്താണ് ഭർത്താക്കന്മാരുടെ ഒക്കെ എന്തെങ്കിലും ഒരു ആവശ്യം ഉണ്ടാവുക. ആ സമയത്ത് അതിന് പറ്റില്ല വെച്ചാ പിന്നെ എന്തിനാ പിന്നെ? നമുക്കിനി ഒന്നും ചെയ്യാനില്ലല്ലോ. അവളിപ്പോ അവിടെ പോയിട്ട് പരാതി കൊടുത്തല്ലോ. അല്ലെങ്കിൽ ഒരു കാര്യം ചെയ്യ്, ഒരു ഓട്ടോറിക്ഷ വിളിച്ചോ, അങ്ങോട്ട് പോവാ. പോലീസ് സ്റ്റേഷനിലേക്കോ? എന്താ പോലീസ് സ്റ്റേഷനിലേക്ക് പോയാലേ? അയ്യോ, പോലീസ് സ്റ്റേഷനിലേക്ക് പോയാ എന്താടാ? അവള് ഇനിയിപ്പൊ നമ്മള് പോണ്ടല്ലോ. അവളവിടെ പോയിണ്ടല്ലോ. അപ്പൊ അവൾ അവിടെ നിന്ന് ഇറങ്ങി ഇങ്ങോട്ട് പോകുന്നുണ്ടാവോ? എന്താ ഈ അച്ഛനെ അകത്തേക്ക് കയറോ? അച്ഛന് നടക്കാൻ വഴിക്കില്ലേ? ഒറ്റ ഒന്നങ്ങോട്ട് തന്ന അറിഞ്ഞാ കേക്കാതെ മണ്ടുപ്പ് ഇങ്ങോട്ട് എത്തുവേ. പരാതി കൊടുത്തിട്ട് വരണ്ടേ, അതുകൊണ്ടാവും. ഒരു ഓട്ടോറിക്ഷ വിളിക്കടാ. അച്ഛനിവിടെ അകത്തേക്ക് കയറി നീർദോഷം വരുവേ. മഴ ചാരണോ? ഇതാ മണ്ടു എത്തി. എന്തമ്മാ എന്താണ്ടായി? ഇല്ല, സ്റ്റേഷനിലൊക്കെ പോയി. എന്നിട്ട് എന്താണ്ടായതെന്ന് പറ. അച്ഛാ, ബസ്സിൽ ഭയങ്കര തിരക്കായിരുന്നു. ആ അപ്പൊ പുറകിൽ നിന്നിട്ടേ ഒരാളിങ്ങനെ തോണ്ട. അപ്പൊ ഇത്തിരി മുന്നിലേക്കാ കയറി നിന്നാ മതിയായിരുന്നേ. തിരക്കായിരുന്നില്ലേ? പിന്നെ അങ്ങോട്ട് കേറി നിക്ക. തിരക്കല്ലെങ്കിൽ ചെയ്യാന്നാ? അല്ല, എന്തെങ്കിലും ആവശ്യത്തിന് തോണ്ടിയതാണ്. മുന്നിലേക്ക് കയറി നിക്കൂന്ന് പറയാൻ വേണ്ടി. അങ്ങനെയൊന്നും അല്ല. ഞാൻ പരമാവധി ഇങ്ങനെ ഒതുങ്ങി മാറിയൊക്കെ നിന്നു. പക്ഷെ അയാള് മനഃപൂർവ്വം തട്ടായിരുന്നു. ഏതാണ് നായ? അയാൾക്ക് അത്യാവശ്യം പ്രായമുണ്ട് അച്ഛാ. എന്താന്നോ കാട്ടിയത് അത് പറയേ. അയാളെന്തോ തഹസിൽദാരോ അങ്ങനെ എന്തോ ആണെന്ന് തോന്നണ്. തഹസിൽദാരോ? ആ, പ്രായമൊക്കെ ഉണ്ട്. ആ SIയുടെ അടുത്ത് പോയിട്ട് ഞാൻ പരാതി കൊടുത്തു. അപ്പൊ അതറിഞ്ഞു SI നല്ലത് കൊടുത്തു അയക്കിട്ട്. അടി കൊടുത്തോ? അടി കൊടുത്തില്ല. അടി കൊടുക്കണ്ടേ? അവന്റെ ചേപ്പക്കുറ്റി നോക്കി കൊടുക്കണം. ഇനി എന്തെങ്കിലും ഉണ്ടായിട്ടുണ്ടെങ്കിൽ നല്ലത് കിട്ടും എന്നൊക്കെ പറഞ്ഞ് നല്ലോണം ഫയർ ചെയ്തു. അതന്നെ വേണ്ടു. എന്നിട്ട് SI എന്റെ അടുത്ത് പറഞ്ഞു, ഇങ്ങനെ പ്രതികരിക്കേണ്ട സമയത്ത് പ്രതികരിക്കണം. അപ്പൊ തന്നെ ആ ബസ്സിനെ വെച്ചിട്ട് ഒന്നട് കൊടുക്കണ്ടേ മോന്തക്കി. എന്താ പറയണ അച്ഛാ, എന്താ പറയണേ? വയസ്സായ ഒരാള് ആളുകളുടെ അടുത്ത് വെച്ചിട്ട് ഒരു അടി കൊടുത്തു എന്ന് വിചാരിക്കുക. അയാൾക്ക് മാനക്കേടുകൊണ്ടിട്ട് ആത്മഹത്യ ചെയ്താ നമ്മളൊക്കെ കുടുങ്ങും. എന്ത് സാധന? പിന്നെ അച്ഛാ, SI എനിക്ക് നമ്പറൊക്കെ തന്നു. മേടിച്ചോ? എനിക്ക് ആദ്യം ഒരു അങ്ങനെ അല്ല, ഇപ്പൊ SI ഉണ്ടല്ലോ കൂടെ, നമ്മുടെ കൂടെ SI ഉണ്ടല്ലോ. ഇനി പേടിക്കാനില്ല. ആരെ വിളിക്കുന്നു? ആ SI ആണ്. ഹലോ, വീടെത്തിയോ? എത്തി. ഇതേ ഇപ്പൊ വന്നു കാര്യങ്ങളൊക്കെ പറയായിരുന്നു അച്ഛനോടും ഏട്ടനോടും. ആഹാ, ഇവിടുന്ന് പോയേ പിന്നെ വേറെ ശല്യമൊന്നും ഉണ്ടായില്ലല്ലോ അയാളുടെ? ഇല്ലില്ല, പിന്നെ കുഴപ്പമൊന്നും ഉണ്ടായില്ല. സൂക്ഷിക്കണം. എന്ത് പ്രശ്നം ഉണ്ടെങ്കിലും എന്നെ ഈ ഫോൺ നമ്പറിൽ വിളിച്ചോ. എന്താ പെൺകുട്ടികൾക്കൊന്നും പുറത്തേക്ക് ഇറങ്ങാൻ പറ്റാണ്ടായി. ഓരോറ്റ എണ്ണത്തിന് വിശ്വസിക്കാൻ പറ്റുന്നില്ല. ഒന്ന് കൂടെ പോവാന്ന് വിചാരിച്ചാൽ നടക്കാനും വയ്യ. എന്തെങ്കിലും ഒരു ഉപകാരത്തിനുള്ളതാണ്. ഉള്ളതും ഇല്ലാത്തതും പലൊന്നും. ഇനി അവളെ ഒറ്റയ്ക്ക് പറഞ്ഞേക്കണ്ട. അപ്പൊ പിന്നെ പണിക്ക് പോകണ്ടേ? പിന്നെ പണിക്ക് പോണ്ടേ? നീ കൂടെ പോണെന്നല്ല പറയണ്. അതായത് ഒരു 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 സ്കൂട്ടർ വാങ്ങുക. എന്നിട്ട് ആരാ ഓടിക്കുക? അവൾ ഓടിക്കും. ഹലോ, വണ്ടി മേടിക്കാനാ? മിണ്ടാണ്ടിരിക്കണ. ആ, SI ആണ്. സാറേ മനസ്സിലായി. എവിടെയാണ് ഇപ്പൊ? വീട്ടിലാ. ഉറങ്ങാറായ? ഇല്ല, കുറച്ച് ജോലിയൊക്കെ ഉണ്ടായിരുന്നു, അത് കാരണം. ഞാൻ വെറുതെ ഒന്ന് വിളിച്ചാണ്, ഓർത്തപ്പോഴേ. വേറെ ബുദ്ധിമുട്ടൊന്നും പിന്നെ ഉണ്ടായിട്ടില്ലല്ലോ? ഇല്ല. ഞാൻ നമ്പർ വാങ്ങിയതേ, നമ്മൾ ഈ പ്രതികരിക്കുന്ന സ്ത്രീകളാണ് നമ്മുടെ സമൂഹത്തിന് ആവശ്യമായി. അപ്പൊ മണ്ടോദരിനെ പോലെയുള്ളവരൊക്കെ കാണുമ്പോ നമ്മളൊക്കെ ഈ ജോലി ചെയ്യണുണ്ടല്ലോ നിങ്ങളെയൊക്കെ സംരക്ഷിക്കാൻ. അപ്പൊ നമുക്കൊരു അഭിമാനമാണ്
നിങ്ങളെപ്പോലുള്ള സ്ത്രീകൾ മുന്നോട്ട് വരുന്നത്. എന്തിയപ്പ വീട്ടിൽ വേറെ ആരൊക്കെ ഉള്ളത് ഇപ്പൊ? ഇവിടെ ഹസ്ബൻഡും അച്ഛനും ഒക്കെ ഉണ്ട്. ഇപ്പൊ അടുത്തുണ്ടാ? ഏ ആ, ഇല്ല. ആ നന്നായി. അതെ, നമ്മള് തുറന്ന് സംസാരിക്കണോണ്ട് കുഴപ്പമൊന്നുമില്ല മണ്ടോദരിക്ക്. എനിക്ക് മനസ്സിലായില്ല. അല്ല, നമ്മള് തുറന്ന് സംസാരിക്കണോണ്ടേ, ഞാനിപ്പോ എന്നും ഉള്ളിൽ വെക്കണ ആളല്ല. ഏ? അല്ല, എന്നോട് എന്ത് വേണേലും തുറന്നു പറയാ, വേറെ ഒരു അന്യനെ പോലെ കാണണ്ട. എന്റെ ഉള്ളിലേ, എന്റെ മനസ്സിൽ ചെറുപ്പം തൊട്ടേ ഉണ്ടായ ഒരു രൂപമാണ് മണ്ടോദരിയുടെ. ഞാൻ ഇങ്ങനത്തെ ആളായിരുന്നു അന്വേഷിച്ച് നടന്നത്. പക്ഷെ കണ്ടെത്തിയത് ഇപ്പൊ ഔദ്യോഗിക ജീവിതത്തിനിടയിലായി പോയി. വല്ലാത്തൊരു ഇഷ്ടം തോന്നി, അതുകൊണ്ട് വിളിക്കാണ്. അപ്പൊ അതുകൊണ്ട് സംസാരിക്കാൻ തോന്നി വിളിച്ചാണ്. വേറെ ബുദ്ധിമുട്ടില്ലല്ലോ അല്ലേ? ഇംഗ്ലീഷിലാ പറയണേ. ഞാനേ മെസ്സേജ് ഇട്ടിട്ടുണ്ടായി 2-3 വട്ടം. എന്താ മോളൂസേ, എന്താ ഒന്നും പറയാത്തത്? എന്ത് പറയാനാ? ജാടയാണോ? എന്താ, എന്ത് വേണേലും പറഞ്ഞോ. എനിക്കൊന്നും പറയാനില്ല. അല്ല, ഞാൻ മെസ്സേജ് ഇട്ടിട്ട് റിപ്ലൈ ഒന്നും തന്നില്ല. അത് ഞാൻ കണ്ടില്ല. ആ, നമ്മളുടെ ഹാർട്ടാണേ, ചങ്ക് പറിച്ചിട്ടാണ് ആ എംപ്ലോയ് ആയിട്ട് ഇടുന്നത്. അത് മൈൻഡ് ചെയ്യാതെ വരുമ്പോ നമുക്കൊരു സങ്കടം ആവൂലേ? കാക്കിക്കുള്ളില് എനിക്കൊരു പ്രണയം തുളുമ്പുന്നൊരു മനസ്സുണ്ടേ. തഹസിൽദാരോട് അങ്ങനെയൊക്കെ ചൂടായി ഞാൻ സംസാരിച്ചെങ്കിലും ഞാൻ സോഫ്റ്റാണ് ട്ടോ മോളെ. പിന്നെ മണ്ടു, ഈ പോലീസ് സ്റ്റേഷൻ വഴിയൊക്കെ പോവുകയാണെങ്കിൽ ഇടയ്ക്ക് ഇവിടെ കേറിക്കോട്ടാ. എന്തിന്? ഇവിടെ ലോക്കപ്പ് കൊഴിഞ്ഞ് കിടക്കുകയാണേ, നമുക്ക് മുണ്ടിയും പറഞ്ഞിരിക്കാല്ല. അതിൻ്റെ അകത്താകുമ്പോ പിന്നെ വേറെ ആരുടെയും ശല്യം ഉണ്ടാവൂല. കേറുവോ? എന്താ മിണ്ടാത്തത്? ഹലോ, ആരാ വിളിച്ച്? ആരെങ്കിലും ആശുപത്രിയില്ല? എന്താണേത്? ആ SI ആണ് അച്ഛാ. എന്താണ് സേവി? അയാള് വെറുതെ വിളിച്ചു ഓരോന്നൊക്കെ പറയും. വെറുതെ വിളിക്ക്? എന്താ വെറുതെ വിളിക്കണേ? അയാള് ശരിയല്ല അച്ഛാ. എന്താ പറഞ്ഞത് എന്ന് പറ. എന്നോട് ലോക്കപ്പിൽ ചെല്ല. ലോക്കപ്പിൽ. എന്താ ലോക്കപ്പില്? എന്താ ലോക്കപ്പില്? നീ അവിടുന്ന് എന്തേലും എടുത്തോ? ഉണ്ടാവിരിക്കണം. അല്ലാണ്ട് ഇങ്ങനെ ലോക്കപ്പിലേക്ക് വിളിക്കണം. എന്താ അവിടെ എന്തെടുത്തോണ്ട് ലോക്കപ്പെന്ന്? അവിടെ ആരും ഇല്ല, വർത്താനം പറഞ്ഞിരിക്കാന്ന്. വേറെ പോലീസുകാരൊക്കെ എങ്ങടെയും പോയിണ്ടാവും. ഒരു കാര്യം ചെയ്യ്, അതിൽ വിളിക്ക്. ഞാൻ ഒന്ന് ശരിയാക്കി കൊടുക്കാം. അച്ഛ വേണ്ട അച്ഛാ. ഈ പോലീസിനോടൊക്കെ നമ്മൾ ഇനി എന്ത് പറയാനാ? അല്ലാണ്ട് പിന്നെ പോലീസാണെങ്കിൽ അതിലേക്ക് മീതുള്ള ആൾക്കാരുടെ അല്ലേ മുകളില്? പോലീസാണെന്ന് വിചാരിച്ചാൽ എന്ത് പറയാ? ഒരു കാര്യം ചെയ്യാ, നമുക്കേ ആ ഉണ്ണില്ലേ ആ ഉണ്ണിനെ വിളിക്ക്. എന്നിട്ടോ? എന്നിട്ട് ആ MLA പറയാം. MLA പറയാ ഒരു ഉണ്ണിയോ? ഏതെങ്കിലും ഇത്തിരി വലിയ ആൾക്കാരെ കൊണ്ടുപോണ്ട. മെമ്പറില്ലേ? ആ മെമ്പർ ഉണ്ണിയോ? അമ്മാടി തരം കാണിക്കണ്. അയാൾ പിന്നെയും വിളിക്കുന്നു. ഞാൻ കട്ട് ചെയ്തു. കട്ട് ചെയ്തു. കുറച്ച് കഴിഞ്ഞിട്ടുള്ളൂ. ഹലോ, സത്യം പറയല്ലേ? അവരെ കഴുത്തിന് ഞെക്കി പിടിക്കടാ, കൊരനാവള്ളി വലിച്ച് പൊട്ടിക്ക, അപ്പൊ അവൻ പറഞ്ഞോളും. വേണ്ട വേണ്ട, ഇന്ന് വിടണ്ട, ചവിട്ടി കൂട്ടിക്കോ, എന്നിട്ട് അവൻ ആ മൂലക്ക് കിടക്കട്ടെ. വരും ദിവസങ്ങളിൽ ശക്തമായ മഴയ്ക്ക് സാധ്യത. പൊതുപരിപാടികളൊക്കെ ബാധിക്കുമോ? സാറേ, എന്റെ ഒരു കൂട്ടുകാരനെ ഒരു മെസ്സേജ് വിട്ടിട്ടുണ്ട്. നമുക്ക് മറ്റന്നാൾ ഒരു ഉദ്ഘാടനം ഉണ്ടല്ലോ. ഉണ്ടോ? അവിടേക്ക് സാറ് വരാതിരിക്കുന്നതാണ് നല്ലത്. കരിങ്കൊടി കാണിക്കാനും വാഹനം തടയാനും ചിലർ ഉദ്ദേശിക്കുന്നുണ്ട്. ഈ കരിങ്കൂടിയൊക്കെ നമ്മളിത് എത്ര കണ്ടക്കണം. ഇത് ആദ്യത്തെ സംഭവം ഒന്നും അല്ലല്ലോ. കരിങ്കൊടി കാണിക്കാൻ വരുന്നവര് വരട്ടെ, അവര് വന്ന് കരിങ്കൊടിയൊക്കെ കാണിച്ച് കുറച്ച് വെയിലെല്ലാം കൊണ്ട് കുറച്ച് വൈറ്റമിൻ D ഒക്കെ അവർക്ക് കിട്ടുമ്പോ അവരങ്ങ് പൊക്കോളും. ഇത് വടക്കാണ് സ്ഥലം, അതാണ്.
എല്ലാം വിടക്കാ. ഇമാര് വിടക്ക് നമ്മൾ കണ്ടല്ലേ പോയത്. ആ നീ വാ. മെമ്പർ ഇരിക്കും കിടന്നില്ല. അവിടെ ഇരിക്കുന്നത് എന്താന്ന് വേണ്ട വേണ്ട, ഏയ്, ഞാൻ ഇരുന്നോളാം. ആ അതേപോലെ തമാശ ഒന്നും ഇപ്പോഴും നോക്കിയിട്ടില്ല. മനോട്ടാ, ആ. ചെറിയൊരു പ്രശ്നമുണ്ട്. ഉണ്ണിയെ ഇയാളെ വിളിക്ക്. അപ്പൊ ആരാ ആളുണ്ടോ? ആളുണ്ട്, വിളിക്കാം. ഒരു കാര്യമുണ്ട് ആ അത് വിളിക്ക്. സാറേ, ഉം. ഇത് പൂവാല ശല്യാണ്. പോവാല്ലോ. ആള് കുറച്ച് അറിയപ്പെടുന്ന ഒരാളാണ്, സാറിന് കാണാം. നമസ്കാരം. നമസ്കാരം. ഇരിക്കണം. അത് പറഞ്ഞോളൂ, പ്രശ്നം പറഞ്ഞോളൂ. ബസ്സിൽ വെച്ചിട്ടേ ഉം. ഒരാള് എന്റെ അടുത്ത് മോശമായിട്ട് പെരുമാറിയായിരുന്നു. അത് പിന്നെ ആരാണ്? ഒരു ആള് പ്രായമുള്ള ഒരാളാണ്. ആ പിന്നെ അത് പോലീസ് സ്റ്റേഷനിൽ പോയിട്ട് അതിന്റെ പരാതിയൊക്കെ പറഞ്ഞു. കൊടുത്തോ? ആ അപ്പൊ അവിടുത്തെ SI അയാളെ വഴക്കൊക്കെ പറഞ്ഞ് അങ്ങനെ വിട്ടു. പരിഹരിച്ചല്ലോ. ഉവ്. ആ പിന്നെന്താ പ്രശ്നം? പക്ഷെ 2 ദിവസമൊക്കെ കഴിഞ്ഞപ്പോഴത്തേക്ക് ആ SIനെ കൊണ്ട് എനിക്ക് ശല്യായി. അയാൾ എന്റെ ഫോണിലേക്കൊക്കെ വിളിക്കുക, ആവശ്യമില്ലാതെ ഓരോന്ന് സംസാരിക്കുക, മെസ്സേജ് അയക്കുക. ഏത് SI യാ? പ്യാരിജാതെന്ന് സാറേ, സ്ഥലം SI. വാർഡിലൊരു സ്ത്രീയോട് ഇങ്ങനെ പെരുമാറുന്ന പറഞ്ഞാല് ആ വാർഡ് മെമ്പറായി ഞാനായിട്ട് എന്താ കാര്യം? നമുക്ക് പരിഹരിക്കാം. പരിഹാരം ഉണ്ടാക്കും. കേസ് അത് പ്രശ്നമില്ല, അതെല്ലാം കഴിഞ്ഞല്ലോ അല്ലേ? അതിന്റെ അതൊക്കെ കഴിഞ്ഞ് 2 ദിവസം കഴിഞ്ഞപ്പോ തൊട്ടാണ് ഇത് തുടങ്ങിയത്. ഇത് ആ സ്റ്റേഷനിലൊന്ന് വിളിച്ചേ. വിചാരിക്കാ തന്നെ. പോലീസുകാർക്ക് റെസ്റ്റ് ഇല്ല എന്നാണ് അവര് പറയുന്നത്. ഇതിനൊക്കെ സമയം എവിടെ നിന്ന് കിട്ടുന്നു? ഹലോ. ആ ഒറ്റ മിനിറ്റ്. ആ ഞാൻ MLA മന്മഥനാണ്. ആ സാർ. താൻ സ്റ്റേഷനിലെ SHO അല്ലേ? അതെ. അല്ലാതെ പോവാനല്ലോ. എന്താ സാറേ? ഞാൻ എന്താണ് ഒന്നും അറിഞ്ഞൂടാത്തോടെ സംസാരിക്കണേ? അല്ല സാറ് കാര്യം പറ, എന്താന്ന് എനിക്ക് മനസ്സിലായില്ല. എടാ, സ്റ്റേഷനിൽ പരാതിയായിട്ട് വരുന്ന സ്ത്രീകളുടെ നമ്പർ താൻ മേടിച്ചിട്ട് അവരെ ശല്യം ചെയ്യണമെന്ന് കേട്ടു. ഇല്ല സാറേ, ഞാൻ ചെയ്തിട്ടില്ല. ആ പരാതിക്കാരി ഇപ്പൊ എന്റെ മുന്നിൽ ഇരിപ്പുണ്ട്. മണ്ടോദരി. താൻ അവരെ വിളിച്ചിട്ടില്ലേ? ആ സാറേ, ഒരു അബദ്ധം പറ്റിയതാണത്. ഒരു അബദ്ധം പറ്റിയാണ്. നാണമില്ലടോ തനിക്ക്. തനിക്ക് കുടുംബമില്ലേ? ഉണ്ട് സാറേ. പിന്നെ എന്താ സൂക്കേട് പിന്നെ തനിക്ക്? ഇല്ല സാറേ, ഒന്ന് വിഷയമാക്കണ്ട. ഒന്ന് പറ്റിപ്പോ ഒരു അബദ്ധം പറ്റിയാണ്, മേലിലുണ്ടാവൂല. തന്റെ സ്റ്റേഷനിൽ ഞാനൊരു പരാതിപ്പെട്ടി വെക്കും. എന്നിട്ട് അതിൽ വരുന്ന പരാതി എല്ലാം കൂടെ മന്ത്രിക്കാൻ കൊടുക്കും. വേണ്ട സാറേ, മേലിലുണ്ടാവൂലോ, പ്രശ്നം ഉണ്ടാക്കണ്ട. പറ്റിപ്പോയതാ. പിന്നെ ഒരുപാട് അങ്ങോട്ട് തിളക്കല്ലേ. ആ യൂണിഫോം ഇപ്പൊ എടുത്തങ്ങോട്ട് ഇട്ടതല്ലേ ഉള്ളൂ. അതെ സാർ. ഈ പെണ്ണുങ്ങളെ കാണുമ്പോ അങ്ങോട്ട് ഒരുപാട് കിടന്ന് ഇളകണ്ട കേട്ടാ. ഇനി എന്നെ വിളിപ്പിക്കരുത്. ഇല്ല സാർ, ഉപദ്രവിക്കല്ലേ. ഉണ്ടാവൂല, പെട്ടെന്ന് പറ്റിപ്പോയതാണ്. സോറി. ഇല്ല, എനിക്ക് നല്ലത്. ചേരെ നന്നായി സാറേ. സ്ത്രീകൾക്കെതിരെ വർദ്ധിച്ചു വരുന്ന അതിക്രമങ്ങൾക്കെതിരെ സെക്രട്ടേറിയറ്റ് നിരാകാരം വരുന്ന സാറാണിത്. സാറിന്റെ അടുത്ത് ഇതൊന്നും നടക്കൂല. സാറ് വിട്ടാലേ പിന്നെ ഒരു പ്രശ്നമില്ലേ. കുട്ടിയൊന്നും പേടിക്കണ്ട കേട്ടാ. പിന്നെ ഈ പറഞ്ഞില്ലേ, ചെറുപ്പക്കാര് പിള്ളേര് ഇപ്പൊ എങ്ങാണ്ടോ ജോലിക്ക് കയറിയിട്ടേ ഉള്ളൂ. നമ്മൾ അതിലെ കൂടുതൽ ഇതിലേക്ക് പോയി കഴിഞ്ഞാൽ പിന്നെ പണി തെറിക്കും. പിന്നെ കുടുംബം വഴിയാധാരമാവും. വെറുതെ അല്ലേ. അതുകൊണ്ടാണ് ഞാൻ അതിലേക്കൊന്നും പിന്നെ വേണ്ട. ഇത് മതി, ഇനി പ്രശ്നം ഉണ്ടാവൂല.